ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗൻ ഓസ്ട്രേലിയ സന്ദർശിച്ചു. പ്രധാനമന്ത്രി ആന്റണി അൽബാനിസിന്റെ ക്ഷണം അനുസരിച്ചാണ് സന്ദർശനം. കഴിഞ്ഞ ഡിസംബറിൽ ഓസ്ട്രേലിയൻ യഹൂദ സമൂഹത്തിനെതിരെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെട്ടിരുന്നു. പരേതരുടെ ശവകുടീരത്തിൽ റീത്ത് സമർപ്പിക്കാനാണ് ഹെർസോഗ് എത്തിയത്. എന്നാൽ ഈ സന്ദർശനം വലിയ വിവാദമായി. പാലസ്തീനെ അനുകൂലിക്കുന്നവർ ഇതിനെതിരെ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഗാസയിൽ നടത്തിയ കൂട്ടക്കൊലയുടെ പേരിൽ കുറ്റവാളിയായി കണക്കാക്കപ്പെടുന്നയാളാണ് പ്രസിഡന്റ് ഐസക് ഹെർസോഗൻ. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. രാഷ്ട്രത്തിൻ്റെ അതിഥിയാണ് ഐസക് ഹെർസോഗൻ എന്നാണ് ഭരണകൂടത്തിൻ്റെ വിശദീകരണം. ഓസ്ട്രേലിയയിലെ യഹൂദ സമൂഹവും പാലസ്തീനെ അനുകൂലിക്കുന്നവരും തമ്മിലുള്ള ശത്രുത വർദ്ധിപ്പിച്ച ഈ സന്ദർശനം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. മെയ്തി കുക്കി സംഘർഷങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് മണിപ്പൂർ മന്ത്രിസഭ സസ്പെൻഡ് ചെയ്ത് സംസ്ഥാന ഭരണം രാഷ്ട്രപതി ഏറ്റെടുത്തത്. നിയമസഭ പുനർജീവിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ഭരണം സംസ്ഥാന മന്ത്രിസഭയ്ക്ക് കൈമാറി. അടിവാരത്തു താമസിക്കുന്ന മെയ്തി വിഭാഗത്തിൽപ്പെട്ടവരെ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതിനെതിരെ മലമുകളിൽ താമസിക്കുന്ന കുക്കി വിഭാഗക്കാർ ആരംഭിച്ച പ്രതിഷേധമാണ് വലിയ കലാപമായി വളർന്നത്. ഈ ഉത്തരവ് സുപ്രീം കോടതി അസാധുവാക്കിയെങ്കിലും കലാപങ്ങൾ അവസാനിച്ചില്ല. മെയ്തി വിഭാഗക്കാരനായ പുതിയ മുഖ്യമന്ത്രി മെയ്തി കുക്കി വിഭാഗക്കാരെ തൻ്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മെയ്തി വിഭാഗവുമായി സഹകരിക്കാൻ പാടില്ല എന്നാണ് കുക്കി വിഭാഗത്തിൻ്റെ നിലപാട്. മന്ത്രിസഭയിൽ ചേർന്ന കുക്കി MLA-മാർ വലിയ പ്രതിഷേധം നേരിടുകയാണ്. ഈ രണ്ട് വിഭാഗങ്ങൾ മാത്രമല്ല, ഒട്ടനവധി ഗോത്രവർഗ സമൂഹങ്ങൾ മണിപ്പൂരിൽ ഉണ്ടെന്നും അവർ അവഗണിക്കപ്പെടുന്നു എന്നും പരാതിയുണ്ട്. രണ്ടു കാര്യങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് ആവശ്യപ്പെടുന്നത്. പ്രതിഷേധക്കാർക്ക് വധശിക്ഷ നൽകരുത്, ആണവായുധ നിർമ്മാണം നടത്തരുത്. പ്രതിഷേധക്കാരുടെ കാര്യത്തിൽ ഇറാന് വലിയ എതിർപ്പില്ല, എന്നാൽ ആറ്റം ബോംബ് നിർമ്മിക്കില്ല, യുറേനിയം സമ്പുഷ്ടീകരണം അനുവദിക്കണം എന്നാണ് ഇറാന്റെ നിലപാട്. ഒമാനിൽ വെച്ച് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിലാണ് ചർച്ചകൾ നടന്നത്. ചർച്ചകളിൽ നല്ല പുരോഗതി ഉണ്ട് എന്നാണ് രണ്ടു രാജ്യങ്ങളും പ്രതികരിച്ചത്. എന്നാൽ ഇതോടൊപ്പം തന്നെ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയുടെ പല യുദ്ധക്കപ്പലുകളും ഇറാൻ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇറാനെതിരെ യുദ്ധമുണ്ടായാൽ സഖ്യകക്ഷികളായ അറബ് രാജ്യങ്ങൾ പോലും അമേരിക്കയെ പിന്തുണയ്ക്കില്ല. തന്നെയുമല്ല, യുദ്ധം ഇറാനിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല, ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. തന്മൂലം ഉടനെ അമേരിക്ക ഇറാനെ ആക്രമിക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
2019 ജയിലിൽ കഴിയുമ്പോഴാണ് ജെഫ്രി എപ്സ്റ്റീനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേട്ടുകേൾവിയില്ലാത്ത ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ പേരിലാണ് ഈ ശതകോടീശ്വരൻ ശിക്ഷിക്കപ്പെട്ടത്. മരിച്ചിട്ട് 7 വർഷം കഴിഞ്ഞു എങ്കിലും ഈ കൊടും കുറ്റവാളിയെ സംബന്ധിച്ച് അമേരിക്കൻ ഗവൺമെന്റ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ പലരുടെയും ഉറക്കം കെടുത്തുന്നു. ഈ കേസിൽ പോലീസ് ശേഖരിച്ച വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തും എന്നത് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. ഭരണകർത്താക്കൾ, അതിസമ്പന്നന്മാർ, വ്യവസായികൾ തുടങ്ങി സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ളവർക്ക് വേണ്ടി ചെറുപ്പക്കാരായ പെൺകുട്ടികളെ എത്തിച്ചു കൊടുത്തിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഡൊണാൾഡ് ട്രംപ്, എലൻ മസ്ക്, ബിൽ ഗേറ്റ്സ് തുടങ്ങിയ അമേരിക്കക്കാരുടെ സുഹൃത്തായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ. നോർവേയിലെയും ഇംഗ്ലണ്ടിലെയും രാജകുടുംബാംഗങ്ങളും സംശയത്തിൻ്റെ നിഴലിലാണ്. അമേരിക്കൻ സമൂഹത്തിൻ്റെ ജീർണതയാണ് ഈ ഫയലുകൾ അനാവരണം ചെയ്യുന്നത്. അമേരിക്കയുടെ നടപടികൾ മൂലം ക്യൂബ കടുത്ത പ്രതിസന്ധി നേരിടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ക്യൂബയ്ക്ക് എണ്ണ നൽകുവാൻ വെനസ്വേല, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളെ അമേരിക്ക അനുവദിക്കുന്നില്ല. ഇന്ധനക്ഷാമം മൂലം ഗതാഗതം കർശനമായി നിയന്ത്രിക്കേണ്ട ഗതികേടിലാണ് ഈ രാജ്യം. കാനഡയിൽ നിന്നുള്ള വ്യോമഗതാഗതം ഏതാണ്ട് നിലച്ച നിലയിലാണ്. മടങ്ങിപ്പോകുന്ന വിമാനങ്ങൾക്ക് ഇന്ധനം നൽകാൻ കഴിയില്ല എന്ന് ക്യൂബ വ്യക്തമാക്കിയതിനെ തുടർന്ന് പല വിമാന കമ്പനികളും ക്യൂബയിലേക്കുള്ള സർവീസുകൾ നിർത്തുകയോ ഗണ്യമായി കുറയ്ക്കുകയോ ചെയ്തു. തന്മൂലം ക്യൂബയുടെ തലസ്ഥാനമായ ഹാവനയിലേക്ക് എത്തുന്ന വിമാനങ്ങളുടെയും യാത്രക്കാരുടെയും എണ്ണം വല്ലാതെ കുറഞ്ഞു. ദ്വീപ് രാഷ്ട്രമായ ക്യൂബ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ക്യൂബയ്ക്ക് ഇത് നല്ലൊരു വരുമാന മാർഗവുമാണ്. വിമാനങ്ങൾ മുടങ്ങിയതോടെ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും വരുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണവും ക്യൂബയുടെ വരുമാനവും കുറഞ്ഞു. കാരവൻ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവിന് സ്പീക്കർ അനുമതി നൽകിയില്ല. ഇതേ തുടർന്നുണ്ടായ വിവാദങ്ങൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനു നേരെ നിരവധി വെല്ലുവിളികൾ ഉയർത്തുന്നു. പ്രതിപക്ഷ നേതാവിന് പാർലമെന്റിൽ സംസാരിക്കാൻ അനുമതി നിഷേധിക്കുന്നത് തികച്ചും അസാധാരണമായ നടപടിയാണ്. നമ്മുടെ രാജ്യരക്ഷാ മന്ത്രി സൈനിക നേതൃത്വവുമായി നടത്തിയ ഒരു സംഭാഷണത്തിൻ്റെ വിശദാംശങ്ങളാണ് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങൾ പരസ്യമായ ചർച്ചയ്ക്കെടുക്കാമോ എന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ സ്വീകരിക്കേണ്ട എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചു എന്നാണ് റിപ്പോർട്ട്. ഏതു ചോദ്യം സ്വീകരിക്കണം, സ്വീകരിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് സ്പീക്കറാണ്. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി ഇടപെടുന്നത് ശരിയാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവും ജപ്പാൻ പ്രധാനമന്ത്രിയുമായ സനായി തക്കായിച്ചിയുടെ കക്ഷി പാർലമെന്റിന്റെ അധോമണ്ഡലത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ 3-2 ഭൂരിപക്ഷം നേടി വിജയിച്ചു. രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ആദ്യമായിട്ടാണ് ജപ്പാനിലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുന്നത്. ഉരുക്കുവനിതയായി അറിയപ്പെടുന്ന സനായി തക്കായിച്ചിയുടെ നിലപാടുകൾക്കുള്ള അംഗീകാരമായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പ് വിജയത്തെ ലോകം കാണുന്നത്. രണ്ടാം ലോകമഹായുദ്ധത്തെ തുടർന്ന് ഉൾപ്പെടുത്തിയ യുദ്ധവിരുദ്ധ വകുപ്പുകൾ ഭരണഘടനയിൽ നിന്നും
നീക്കം ചെയ്യണം എന്ന് വാദിക്കുന്നവരുടെ നേതാവാണ് സനായി തക്കായിച്ചി. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം നിലനിർത്തണം എന്നതിനെ പിന്താങ്ങുന്ന കക്ഷിയാണ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി. അതേസമയം ഏഷ്യയിൽ ചൈനയുടെ അധീശത്വം അംഗീകരിക്കില്ല എന്ന നിലപാടുകാരിയാണ് ജപ്പാനിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ സനായി തക്കായിച്ചി. ഇറാൻ അമേരിക്ക ചർച്ചകളെ ആശങ്കയോടെയാണ് ഇസ്രായേൽ കാണുന്നത്. ഈ ആശങ്ക അകറ്റാനാണ് ബുധനാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിച്ചത്. ഫെബ്രുവരി 18 നിശ്ചയിച്ചിരുന്ന സന്ദർശനം നേരത്തെ ആക്കിയതാണ്. ഇറാന്റെ ആയുധബലത്തെക്കുറിച്ച് പുതുതായി ലഭിച്ച വിവരങ്ങൾ ട്രംപിന് കൈമാറുക എന്നതാണ് യാത്രയുടെ ലക്ഷ്യം. ഇറാനെതിരെയുള്ള യുദ്ധം ഒഴിവാക്കുന്നതിൽ നിന്നും ട്രംപിനെ പിന്തിരിപ്പിക്കാനാണ് നെതന്യാഹുവിൻ്റെ നീക്കം. പ്രതിഷേധക്കാർക്കെതിരെയുള്ള നിലപാട് മാറ്റാനും ആറ്റം ബോംബ് നിർമ്മിക്കില്ല എന്ന് ഉറപ്പു നൽകാനും ഇറാൻ തയ്യാറായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വ്യവസ്ഥകൾക്ക് വിധേയമായി യുറേനിയം സമ്പുഷ്ടീകരണം അനുവദിക്കാം എന്ന നിലപാടിലാണ് ട്രംപ്. എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് അനുമതി നൽകരുത് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്നത്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെ ആക്രമിക്കാൻ എല്ലാ പിന്തുണയും ഇസ്രായേൽ വാഗ്ദാനം ചെയ്യുന്നു. ആയിരത്തി 1971 വരെ കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന ബംഗ്ലാദേശ് ഇന്നൊരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ്. അയൽരാജ്യം എന്നല്ല, ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിലുള്ള മറ്റൊരു രാഷ്ട്രം എന്നാണ് ബംഗ്ലാദേശിനെ നിർവചിക്കേണ്ടത്. ഫെബ്രുവരി 12 ഇവിടെ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആഭ്യന്തര കലാപത്തെ തുടർന്ന് ഇന്ത്യയിൽ അഭയം തേടിയ പ്രധാനമന്ത്രി ഹസീനയുടെ പാർട്ടിക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുമതിയില്ല. ഇസ്ലാമിക പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയും മതരാഷ്ട്രത്തിനായി നിലകൊള്ളുന്ന ജമാഅത്തെ ഇസ്ലാമി നയിക്കുന്ന മുന്നണിയും തമ്മിലാണ് യഥാർത്ഥ മത്സരം. ദീർഘകാലമായി അകന്നു നിന്നിരുന്ന പാകിസ്ഥാൻ ഈ അടുത്ത കാലത്താണ് ബന്ധം പുനഃസ്ഥാപിച്ചത്. ചൈനയുമായുള്ള ബന്ധവും ശക്തമായിട്ടുണ്ട്. ആര് ജയിച്ചാലും മുൻ പ്രധാനമന്ത്രി ഹസീനയുടെ കാലത്തുണ്ടായിരുന്ന സൗഹൃദം പുനഃസ്ഥാപിക്കുമെന്ന് തോന്നുന്നില്ല. ചൈനയും പാകിസ്ഥാനും അടങ്ങുന്ന ഇന്ത്യ വിരുദ്ധ ചേരിയിലേക്കാണ് ബംഗ്ലാദേശിൻ്റെ നീക്കം. എല്ലാ വർഷവും മ്യൂണിക്കിൽ നടക്കുന്ന സെക്യൂരിറ്റി കോൺഫറൻസിന് മുമ്പായി സെക്യൂരിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാറുണ്ട്. ഈ വർഷത്തെ റിപ്പോർട്ടിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകം പടുത്തുയർത്തിയ നിരവധി പ്രസ്ഥാനങ്ങളുടെ അന്തകനായിട്ടാണ് റിപ്പോർട്ട് ട്രംപിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഏകദേശം 30ഓളം ഐക്യരാഷ്ട്രസഭാ സംവിധാനങ്ങളിൽ നിന്നും അമേരിക്ക പിന്മാറി. താരിഫിൻ്റെ പേരിൽ അന്താരാഷ്ട്ര വ്യാപാരം തകർത്തു. റഷ്യയുടെ ഭീഷണി നേരിടാൻ രൂപീകരിച്ച നാറ്റോ ഏതാണ്ട് നിശ്ചലമായി. ഗ്രീൻലാൻഡിനെ പിടിച്ചെടുക്കുമെന്ന പ്രസ്താവനയെ നാറ്റോയിലെ അംഗങ്ങൾക്ക് മാത്രമല്ല യൂറോപ്യൻ യൂണിയനും എതിർക്കേണ്ടി വന്നു. കഴിഞ്ഞ 80 വർഷമായി നിഴൽ പോലെ അമേരിക്കയെ പിന്തുടരുന്ന യൂറോപ്പിനെ പോലും ഒപ്പം നിർത്താൻ കഴിയാത്ത അമേരിക്കയുടെ നയങ്ങൾ ലോക സമാധാനത്തിനും അധികാര സന്തുലിതാവസ്ഥയ്ക്കും ഭീഷണിയാണ്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.